പശ്ചിമേഷ്യൻ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലും മിസൈലുകളുടെ പ്രകമ്പനവും മുഴങ്ങിക്കേൾക്കുമ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് കേവലം ഒരു പ്രാദേശിക സംഘർഷത്തിന് മാത്രമല്ല, മറിച്ച് പുതിയൊരു ആഗോള സഖ്യത്തിന്റെ ഉദയത്തിന് കൂടിയാണ്. പൗരാണിക പേർഷ്യൻ സംസ്കാരത്തിന്റെ പാരമ്പര്യവും പോരാട്ട വീര്യവും പേറുന്ന ഇറാനിയൻ ജനത തങ്ങളുടെ പുതുവർഷമായിട്ടുള്ള നൗറൂസ് ആഘോഷിക്കുന്നത് യുദ്ധത്തിന്റെ കറുത്ത നിഴലിലാണ് എങ്കിലും അവരെ തനിച്ചാക്കില്ല എന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രഖ്യാപനം ചരിത്രപരമായ ഒരു വഴിത്തിരിവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര കഠിനമായ പരീക്ഷണ ഘട്ടത്തിലൂടെയും ഉപരോധങ്ങളുടെ അഗ്നി പരീക്ഷയിലൂടെയും കടന്നു പോകുമ്പോഴും ഇറാന്റെ വിശ്വസ്ത സുഹൃത്തായി റഷ്യ കൂടെ ഉണ്ടാകുമെന്ന ഈ ഉറപ്പ് പടിഞ്ഞാറൻ അധിനിവേശ ശക്തികൾക്കുള്ള ശക്തമായ താക്കീത് തന്നെയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സായുധ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ നിൽക്കുന്ന ഇറാന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ റഷ്യ പകർന്നു നൽകുന്ന സൈനികവും നയതന്ത്രപരവുമായ ഈ കരുത്ത് നമുക്ക് കാണാം. കാലം എത്ര മാറിയാലും ശത്രുക്കൾ എത്രയേറെ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചാലും ഇറാന്റെ ഓരോ ചുവടുവെപ്പിലും നിഴലായി റഷ്യൻ പിന്തുണ ഉണ്ടാകുമെന്ന പുടിന്റെ നിലപാട് പശ്ചിമേഷ്യയിലെ യുദ്ധതന്ത്രങ്ങളെ അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാമ്രാജ്യത്വ ശക്തികളുടെ ഏകപക്ഷീയമായ നീക്കങ്ങളെ ചെറുക്കാൻ ഇറാൻ കാണിക്കുന്ന അജയ്യമായ മനോവീര്യത്തെ ആദരിക്കുന്ന റഷ്യ പ്രതിസന്ധികളുടെ ഏത് കൊടുങ്കാറ്റിലും ഇറാനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ലോകത്തോടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് റഷ്യയും ഇറാനും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുമല്ലോ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നൗറൂസ് ആഘോഷങ്ങൾക്കിടയിലും ശത്രുക്കളുടെ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാനിയൻ ജനതയുടെ പോരാട്ട വീര്യം സമാനതകൾ ഇല്ലാത്തതാണ് എന്ന് നമുക്കറിയാം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വ്ളാഡിമിർ പുടിൻ നൽകിയ ഉറച്ച പിന്തുണ കേവലം ഒരു നയതന്ത്ര സന്ദേശം മാത്രമല്ല, മറിച്ച് പടിഞ്ഞാറൻ അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു പ്രതിരോധ മതിലിന്റെ നിർമ്മാണം കൂടിയാണ് ഇറാനും റഷ്യയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നീക്കങ്ങളെയും അവരുടെ സാമ്പത്തിക ഉപരോധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന പോരാട്ടം ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു വിസ്മയമാണ്. പല പ്രശ്നങ്ങളും ഇറാന് സംഭവിച്ചിരിക്കാം, എന്നാലും അവർ തോൽക്കുന്നില്ല. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഓരോ വെല്ലുവിളിയെയും ഇമചിമ്മാതെ നേരിടുന്ന ഇറാനിയൻ സൈന്യവും ഭരണകൂടവും പശ്ചിമേഷ്യയിലെ കരുത്തിന്റെ പ്രതീകമായിട്ടാണ് ഇന്ന് ലോകം കാണുന്നത്. ഈ പോരാട്ട ഭൂമികയിൽ ഇറാനെ തനിച്ചാക്കില്ല എന്ന റഷ്യയുടെ പ്രഖ്യാപനം ലോകക്രമത്തിൽ പുതിയൊരു ധ്രുവീകരണത്തിന് കൂടിയാണ് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. വൻ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഈ വിശ്വസ്ത സൗഹൃദം സാമ്രാജ്യത്വ വിരുദ്ധ ചേരിക്ക് പുതിയ ഊർജം തന്നെയാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളും ഇറാന്റെ അചഞ്ചലമായ മനോവീര്യവും കൈകോർക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധതന്ത്രങ്ങൾ അടിമുടി മാറുകയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സഖ്യം മാത്രമായിട്ട് കാണരുത്. അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ആഗോള ശക്തികൾക്കെതിരെയുള്ള ധീരമായ ചെറുത്തുനിൽപ്പാണിത്. പ്രതിസന്ധികൾ എത്ര കഠിനമായാലും റഷ്യയെ പോലൊരു കരുത്തനായ സുഹൃത്തിന്റെ തണലിൽ ഇറാൻ തന്റെ പോരാട്ടം തുടരുമെന്ന് ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇവിടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സത്യസന്ധമായ സൗഹൃദങ്ങൾ എന്നും ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് റഷ്യ ഇതിലൂടെ അടിവരയിട്ട് പറയുന്നത്. എന്തായാലും പശ്ചിമേഷ്യയുടെ മണ്ണിൽ യുദ്ധത്തിന്റെ കനലുകൾ എരിയുമ്പോഴും പ്രതിസന്ധികളെ നെഞ്ചുറപ്പോടെ നേരിടുന്ന ഇറാനിയൻ ജനതയ്ക്ക് കരുത്തായി റഷ്യൻ സൗഹൃദം നിലകൊള്ളുകയാണ് ഇപ്പോഴും. 2026 തുടക്കത്തിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ സൈനിക നീക്കങ്ങൾ മേഖലയെ സംഘർഷഭരിതമാക്കിയപ്പോൾ ഇറാന്റെ പോരാട്ട വീര്യത്തെ ലോകത്തിന് മുന്നിൽ ശരിവെക്കുന്ന നിലപാട് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചിരിക്കുന്നത്. വർഷങ്ങളായി റഷ്യയുടെ നിലപാടും ഇത് തന്നെയാണ്. പേർഷ്യൻ പുതുവത്സരമായ നൗറൂസ് വേളയിൽ പുടിൻ അയച്ച സന്ദേശം കേവലം ആശംസകൾ മാത്രമല്ല, മറിച്ച് ഏത് കഠിനമായ പരീക്ഷണ ഘട്ടത്തിലും ഇറാന്റെ കൂടെ ഉണ്ടാകുമെന്ന റഷ്യയുടെ ഉറച്ച പ്രഖ്യാപനം തന്നെയാണ്. അത് വളരെ പ്രശംസനീയവുമാണ്. ലോകക്രമത്തിൽ പടിഞ്ഞാറൻ അധിനിവേശ ശക്തികളുടെ ഏകപക്ഷീയമായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ കാണിക്കുന്ന ആർജവം പ്രശംസനീയമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? കാരണം പലവിധ പ്രശ്നങ്ങൾ ഇറാൻ ഈ വിഷയത്തിൽ നേരിട്ടതാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും അതിജീവിച്ച് സ്വന്തം പരമാധികാരം സംരക്ഷിക്കുന്ന ഇറാൻ എന്ന രാജ്യം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ പുതിയൊരു മുഖമായിട്ടാണ് ഇന്ന് ലോകത്ത് മാറിയിട്ടുള്ളത്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ റഷ്യ നൽകുന്ന ഇന്റലിജൻസ് പിന്തുണയും അതുപോലെ സാങ്കേതിക സഹായവും ഈ പോരാട്ടത്തിന് പുതിയൊരു ദിശാബോധം തന്നെ നൽകുന്നുണ്ട്. ആകാശത്തും ഭൂമിയിലും ശത്രുക്കൾ ഉയർത്തുന്ന വെല്ലുവിളികളെ മറികടക്കാൻ ഇറാന്റെ സൈനിക മികവും റഷ്യയുടെ നയതന്ത്ര കരുത്തും ഒത്തുചേരുമ്പോൾ അതൊരു അജയ്യമായ സഖ്യമായി മാറുന്നു എന്നതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു യാഥാർത്ഥ്യം. ശത്രുക്കളുടെ ഓരോ പ്രകോപനവും ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന സത്യം പുടിന്റെ വാക്കുകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. റഷ്യയെ പോലെ വിശ്വസ്തനായ ഒരു സുഹൃത്തു കൂടെയുള്ളപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധകളത്തിൽ ഇറാൻ തനിച്ചല്ല എന്നതാണ് മറ്റൊരു സത്യം. ഒരിക്കലും ഇറാനെ തനിച്ചു വിടാൻ റഷ്യ തയ്യാറായിട്ടില്ല.
നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകമായിട്ടുള്ള നൗറൂസ് ആഘോഷങ്ങൾക്കിടയിലും യുദ്ധത്തിന്റെ നിഴലിൽ പതറാതെ നിൽക്കുന്ന ഇറാനിയൻ ജനതയ്ക്ക് റഷ്യൻ പിന്തുണ വലിയൊരു ആശ്വാസവും അതുപോലെ വലിയൊരു ഊർജവും നൽകുന്നുണ്ട്. ചരിത്രപരമായി ഈ സഖ്യം വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തുമെന്നും അതുപോലെ തന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഇറാൻ കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഈ സൗഹൃദം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇവരുടെ സൗഹൃദത്തിലേക്ക് വരികയാണെങ്കിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക സഖ്യം വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല എന്ന് തെളിയിക്കുന്നതാണ് ആധുനിക യുദ്ധക്കളത്തിൽ അവർ കൈമാറുന്ന സാങ്കേതിക കരുത്ത്. ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ ഏറെ കാലമായി കാത്തിരിക്കുന്ന S-400 ട്രയഫ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ റഷ്യ സന്നദ്ധത പ്രകടിപ്പിച്ചത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിസൈൽ വിരുദ്ധ സംവിധാനങ്ങളിൽ ഒന്നായിട്ടുള്ള S-400 ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെയും മിസൈലുകളെയും ഒക്കെ തകർക്കാൻ ശേഷിയുള്ളതാണ് എന്ന കാര്യത്തിൽ ലോകത്തിന് തന്നെ സംശയമില്ല. ഇത് ഇറാന്റെ ആകാശത്തിന് ഒരു ഉരുക്കുകോട്ട തന്നെയാണ് തീർക്കുന്നത്, അത് റഷ്യയുടെ ഉരുക്കുകോട്ട. ഇതിനോടൊപ്പം തന്നെ റഷ്യയുടെ കരുത്തുറ്റ യുദ്ധവിമാനങ്ങളായിട്ടുള്ള Su-350 ഇറാനിയൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ശത്രുപാളയത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർ മാനോവർബിലിറ്റി ഉള്ള, അതായത് ഏത് ദിശയിലേക്കും പെട്ടെന്ന് തിരിയാനുള്ള ശേഷിയാണ് ഇങ്ങനെ പറയുന്നത്. ഇത്തരം ശേഷിയുള്ള വിമാനങ്ങൾ ആകാശ പോരാട്ടങ്ങൾ ഇറാന് വലിയ മുൻതൂക്കമാണ് നൽകുന്നത്. കാലപ്പഴക്കം ചെന്ന വിമാനങ്ങൾക്ക് പകരമായിട്ടുള്ള Su-35 എത്തുന്നതോടെ ഇറാന്റെ പ്രത്യാക്രമണ ശേഷി പല മടങ്ങ് വർദ്ധിക്കാണ് ഉണ്ടാവാൻ പോകുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ F-35 വിമാനങ്ങൾക്ക് വെല്ലുവിളിയാകാൻ പോകുന്നത് തന്നെയാണ് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഈ സുഖോയ് വിമാനങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇറാന്റെ കൈകളിലേക്ക് എത്താൻ പോകുന്നത്. സൈനിക വിമാനങ്ങൾക്കും മിസൈലുകൾക്കും പുറമെ സൈബർ സുരക്ഷ, സാറ്റലൈറ്റ് ഇന്റലിജൻസ് എന്നീ മേഖലകളിലും റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ട്. ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനും കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ പ്രഹരിക്കാനും ഇത് ഇറാനെ പ്രാപ്തമാക്കുന്നു. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യ റഷ്യക്ക് കൈമാറുന്നതിലൂടെ ഇതൊരു പരസ്പര സഹായ സഖ്യമായി മാറിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ലോകത്തിന് പോലും. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് മുന്നിൽ സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും ഒന്നിക്കുന്നത് പുതിയൊരു ആഗോള പ്രതിരോധ നിരയുടെ ഉദയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് ഷഹദ് ശ്രേണിയിലുള്ള ഡ്രോണുകൾ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. റഷ്യ ഉക്രൈൻ യുദ്ധഭൂമിയിൽ ഈ ഇറാനിയൻ ഡ്രോണുകൾ ചെലുത്തിയ സ്വാധീനം ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇവർ എത്രത്തോളം നല്ല ബന്ധത്തിലാണുള്ളത് എന്ന്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങളെ കബളിപ്പിച്ച് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പ്രഹരിക്കാൻ ശേഷിയുള്ളതുമായ ഷഹദ് 136 പോലെയുള്ള ചാവേർ ഡ്രോണുകൾ റഷ്യയുടെ സൈനിക കരുത്തിന് വലിയ മുതൽക്കൂട്ടായതാണ് നമ്മൾ കണ്ടത്. മിസൈലുകളെ അപേക്ഷിച്ച് നിർമ്മാണ ചെലവ് വളരെ കുറവായതിനാൽ ശത്രുവിന്റെ പ്രതിരോധ കവചങ്ങളെ തീർക്കാൻ റഷ്യ ഈ ഡ്രോണുകൾ വൻതോതിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇറാന്റെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വൻ ശക്തിയായ റഷ്യ പോലും ഇറാന്റെ ഡ്രോണുകളെ ആശ്രയിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഈ രാജ്യത്തിന്റെ പോരാട്ട വീര്യത്തിന്റെയും ശാസ്ത്രീയ പുരോഗതിയുടെയും തെളിവ് തന്നെയാണ്. എന്തായാലും ഇവരുടെ സൗഹൃദം പല രാജ്യങ്ങൾക്കും ഭീഷണിയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ ഈ പുതിയ ഇറാൻ റഷ്യ സഖ്യത്തെ അതീവ ജാഗ്രതയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ മേഖലയിലെ ശക്തി സമവാക്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ വളരെ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. മുൻപ് അമേരിക്കയെ മാത്രം ആശ്രയിച്ചിരുന്ന ഈ രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യയുമായും ചൈനയുമായിട്ടും ഒക്കെ നല്ല മികച്ച ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നത് ഇറാന്റെ വളരുന്ന സ്വാധീനം തിരിച്ചറിഞ്ഞതുകൂടിയാണ്. കാരണം ഇറാനുമായിട്ട് ഇവരുടെ ബന്ധം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യം വലിയൊരു ഭീഷണി തന്നെയാണ്. റഷ്യൻ ആയുധങ്ങൾ ഇറാനിൽ എത്തുന്നത് തങ്ങളുടെ സൈനിക മേധാവിത്വത്തിന് വെല്ലുവിളിയാണ് എന്ന് അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇറാൻ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന ഈ പുതിയ അച്ചുതണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിശകലനം ചെയ്യുന്നത്. പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ ഈ പുതിയ ഇറാൻ റഷ്യ സഖ്യത്തെ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറബ് രാജ്യങ്ങൾ തന്നെയാണ്. അവർക്ക് അറിയാം അവർ ഇത്രയും കാലം നിന്നത് അമേരിക്കയോടൊപ്പം തന്നെയായിരുന്നു. പക്ഷേ ഇറാൻ ഇപ്പോൾ കിട്ടുന്ന കരുത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് റഷ്യയാണ് എന്നറിയാം. അതുകൊണ്ട് അമേരിക്കയെ മാത്രം സൈനികമായി ആശ്രയിച്ചിരുന്ന ഈ രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യയുമായും ചൈനയുമായിട്ടും മികച്ച നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അമേരിക്കയുടെ ശിങ്കടിയായിട്ടുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചും വലിയ പ്രശ്നവും ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും റഷ്യയുടെ S-400, Su-35 തുടങ്ങിയ സംവിധാനങ്ങൾ ഇറാനിലെത്തുന്നത് തങ്ങളുടെ സൈനിക മേധാവിത്വത്തിന് തടസ്സമാകുമെന്ന് അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഈ പുതിയ അച്ചുതണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ഭയം അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും നിലവിലുണ്ട്.
അതുകൊണ്ട് ഈ യുദ്ധത്തിൽ എത്രയും പെട്ടെന്ന് അന്ത്യം കുറിക്കാൻ റഷ്യ ഇവിടെ എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. റഷ്യ വലിയ രീതിയിലുള്ള പിന്തുണ ഇറാന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ പിന്തുണ ഇനിയുള്ള ദിവസങ്ങളിൽ യുദ്ധമുഖത്ത് നമുക്ക് കാണാവുന്നതാണ്. ഏതൊരു യുദ്ധവും അനിവാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താനൊന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.